നമസ്കാരം. പർവ്വതങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തുരങ്കങ്ങൾ, ഭൂമിയുടെ നൂറുകണക്കിന് മീറ്റർ അടിയിലേക്ക് മറച്ചുവെച്ച ആണവ രഹസ്യങ്ങൾ, ആകാശത്ത് അമേരിക്കൻ ബോംബറുകളുടെ നിഴൽ വീഴുമ്പോൾ മണ്ണിനടിയിൽ സ്വന്തം ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ. പക്ഷെ ചോദ്യം ഇതാണ്: ഈ കോട്ടകൾ പ്രതിരോധത്തിനായാണോ അതോ ലോകത്തെ നടുക്കാൻ കഴിയുന്ന ഒരു അണുവായുധ പദ്ധതിയുടെ തയ്യാറെടുപ്പാണോ? പശ്ചിമേഷ്യയിലെ മരുഭൂമിക്കാറ്റ് ഇന്നൊരു പുതിയ ആശങ്കയാണ് ലോകത്തോട് പറയുന്നത്. യുദ്ധം അവസാനിച്ചാലും ഭയം അവസാനിച്ചിട്ടില്ല. കാരണം ഒരു രാജ്യം ആണവായുധത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന സംശയം മാത്രം മതി ലോകരാഷ്ട്രീയത്തിന്റെ ദിശ മാറ്റാൻ. തങ്ങളുടെ പക്കലുള്ള അണുബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ യുറേനിയം ശേഖരം സംരക്ഷിക്കുന്നതിനായി ഇറാൻ അതിശക്തമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതായാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. ആണവ ബോംബ് നിർമ്മാണത്തിന് അനുയോജ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്കുള്ള തുരങ്കങ്ങൾ മനഃപൂർവ്വം തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയും ചെയ്തതാണ് ഇറാൻ ഈ പ്രതിരോധം തീർക്കുന്നത്. US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതനുസരിച്ച് ഈ നടപടികളെല്ലാം ഇറാൻ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഏകദേശം 1/2 ടണ്ണോളം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരമാണ് ഇറാന്റെ പക്കലുള്ളത്. ഒരു മാസം മുമ്പത്തേക്കാൾ ഇപ്പോൾ ഈ ശേഖരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതീവ അപകടകരവും ദുഷ്കരവുമാണ് എന്നാണ് റിപ്പോർട്ട്. യുറേനിയം പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സൂചനകളെ തുടർന്നാണ് ഇറാൻ തങ്ങളുടെ താവളങ്ങൾ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. മെയ് പകുതിയോടെ US സൈന്യം ഈ ആണവ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ ഒരു ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിലും അപകട സാധ്യത കണക്കിലെടുത്ത് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. യുറേനിയം നശിപ്പിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പുതിയ നീക്കം ഇതിൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു. കരാർ ഒപ്പിട്ടാലും ശക്തമായ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം യുറേനിയം പൂർണ്ണമായും പുറത്തെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ അവകാശപ്പെട്ടേക്കാമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നത്. ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിച്ച് ഭാവിയിൽ ഉപയോഗിക്കാനായി ഒരു ഭാഗം രഹസ്യമായി മാറ്റിവെക്കാൻ ഇറാന് സാധിച്ചേക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. തുരങ്കങ്ങൾ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ യുറേനിയം പുറത്തെടുക്കാൻ വലിയ ഖനന ഉപകരണങ്ങളും മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ആവശ്യമാണ്. ഇതിനായി ടെന്നസിയിലെ ഓക്ക് റിഡ്ജ് നാഷണൽ ലബോറട്ടറിയിൽ നിന്നുള്ള അത്യാധുനിക സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരും. ഈ നടപടികൾ പൂർത്തിയാക്കാൻ കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് ട്രംപ് തന്നെ നൽകുന്ന സൂചന. മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിലെ തകർന്ന തുരങ്കങ്ങളിലാണ് യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും ഉള്ളതെന്നാണ് അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നത്. ഇറാൻ അടച്ചിട്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഈ യുറേനിയം ശേഖരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം ലോകത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഇറാന്റെ കൈവശം ഇപ്പോഴും 60% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരമുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയായ IAEA വിലയിരുത്തുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് നേരിട്ട് അണുബോംബല്ലെങ്കിലും കൂടുതൽ ശുദ്ധീകരണം നടത്തിയാൽ ആയുധ നിലവാരത്തിലുള്ള യുറേനിയത്തിലേക്ക് എത്താനുള്ള സാങ്കേതിക സാധ്യത നിലനിൽക്കുന്നു. ഇവിടെയാണ് ലോകത്തിന്റെ ഭയം ആരംഭിക്കുന്നത്. കാരണം യുദ്ധഭൂമിയിൽ പരാജയപ്പെടുന്ന രാജ്യങ്ങൾ പലപ്പോഴും സുരക്ഷയ്ക്കായി പുതിയ വഴികൾ തേടാറുണ്ട്. ചില വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സമീപകാല ആക്രമണങ്ങളും ഉപരോധങ്ങളും ഇറാനിൽ ആണവായുധം എന്ന ആശയത്തിന് കൂടുതൽ പിന്തുണ സൃഷ്ടിച്ചേക്കുമെന്നാണ്. എന്നാൽ ഒരു അണുബോംബ് നിർമ്മിക്കപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം ഇറാനിലോ അമേരിക്കയിലോ മാത്രം ഒതുങ്ങില്ല. ഒരു വിത്ത് മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുമ്പോൾ അത് നാളെയുടെ വൃക്ഷമാകാം. അതുപോലെ ഒരു രാജ്യത്തിന്റെ ഭൂഗർഭ തുരങ്കങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന യുറേനിയം നാളെയുടെ സമാധാനത്തിന്റെയോ അല്ലെങ്കിൽ ഭീതിയുടെയോ പ്രതീകമാകാം. ഇറാൻ യഥാർത്ഥത്തിൽ ആണവായുധത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നതിന് ഇപ്പോൾ വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ സംശയം മാത്രം മതി ലോകശക്തികളെ ജാഗ്രതയിലാക്കാൻ. കാരണം ചരിത്രം പഠിപ്പിച്ചൊരു പാഠമുണ്ട്: യുദ്ധങ്ങൾ പലപ്പോഴും അതിർത്തികളിൽ ആരംഭിക്കും, പക്ഷേ ആണവായുധങ്ങളുടെ കഥകൾ തുടങ്ങുന്നത് ഭൂമിക്കടിയിലെ നിശബ്ദ തുരങ്കങ്ങളിൽ നിന്ന് മനുഷ്യ ജീവനുകളിലേക്കാണ്.